നമ്മുടെ പുല്ല് എന്ത് സുന്ദരനായിരുന്നു. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ടൈറ്റിലും തമ്മിലും കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഞങ്ങളുടെ തമ്പുവിൻ്റെ ഈ നീളമാർന്ന കൂന്തൽ ഞങ്ങൾ ഇന്നൊന്ന് വെട്ടി മിനുക്കി ഒതുക്കാൻ പോവാണ്. ഭയങ്കര ചൂടാണല്ലോ, അപ്പോൾ എന്തായാലും ഒന്ന് മിനുക്കാമെന്ന് വിചാരിച്ചു. അതിന് മുന്നേ ഞാൻ അവൻ്റെ തലയിലും നമ്മുടെ ട്രിമ്മറിൻ്റെ സൗണ്ട് ഒന്ന് വെച്ച് നോക്കട്ടെ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. എൻ്റെ കുരുത്തത്തിന് അവൻ ആ സൗണ്ട് കേട്ട് കരഞ്ഞില്ല. അപ്പം എനിക്കൊരു പ്രതീക്ഷയുണ്ട് കേട്ടോ, അവൻ ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ കരയില്ലായിരിക്കും എന്നുള്ളത്. എന്തായാലും ഞങ്ങൾ കെട്ടും കിടക്കേക്ക് എടുത്ത് നേരെ പോവാണ്. തൃപ്പൂണിത്തുറയിലുള്ളൊരു ഒരു ബ്യൂട്ടി പാർലർ അല്ലെങ്കിൽ ഒരു സലൂണിലേക്കാണ് നമ്മൾ പോകുന്നത്. എനിക്ക് നല്ല വിഷമമുണ്ട് അവൻ്റെ മുടി വെട്ടാൻ. എനിക്ക് മാത്രമല്ല കിച്ചാമിനുണ്ട്. അപ്പം എന്തായാലും വെട്ടാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. മുട്ട അടിക്കില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചാണ്. അപ്പം എന്തായാലും ഇവിടെ ഒന്ന് പോയി നോക്കിയിട്ട് അങ്ങനെ നമ്മൾ കടയുടെ ഫ്രണ്ടിലെത്തി. എനിക്കിങ്ങനെ ഹൃദയം പടപെടാന്ന് ഇരിക്കുന്നു ഗായ്സ്, ഭയങ്കരമായിട്ട്. കിച്ചാവനോ? എനിക്ക് വെട്ടാനൊട്ടും താല്പര്യമില്ല. ചൂട് നമ്മൾ വെട്ടണ്ടെന്നായിരുന്നു നമ്മുടെ പ്ലാൻ. ഞാൻ ആദ്യം പറഞ്ഞല്ലോ. പക്ഷെ കുഞ്ഞിന് ചൂട് വന്നിട്ട് ഇത് ഇവിടെയൊക്കെ ചൂടുകുരു വന്നു. നമ്മൾ കണ്ടു ഹോസ്പിറ്റലിൽ പോയിട്ട് ലോഷനൊക്കെ വാങ്ങിച്ചു. അപ്പം അവന്റെ ഹെൽത്തിന് ഒട്ടും നല്ലതല്ല. അവന് ചൂടുകുരുവൊക്കെ വന്നാൽ ചൂടുകുരുവൊക്കെ വന്നാൽ അവന് ഭയങ്കര ഇറിറ്റേഷൻ ആവില്ലേ. സോ അതുകൊണ്ടാണ് നമ്മൾ എന്നാൽ രണ്ടും കൽപ്പിച്ച് വെട്ടാന്ന് വിചാരിച്ചത്. സോ നമുക്ക് പോവാം. ഈ ഹെയർ നമുക്ക് ഭയങ്കര തരാം. ഈ ഹെയർ ഞങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യലാണ്. തമ്പു വയറിലുണ്ടായിരുന്നപ്പോ ഫോം ചെയ്ത ഹെയർ അല്ലേ. സോ ബൈ ടു അവർ ബർത്ത് ഹെയർ. അങ്ങനെ നമ്മൾ ഷോപ്പിലെത്തി. നമ്മൾ ഓൾറെഡി വിളിച്ച് ബുക്ക് ചെയ്തുകൊണ്ട് വലിയ ഡിലേയും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. കിച്ചാവിന് മടിയിൽ വെച്ചിട്ടാണ് വെട്ടാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ കിച്ചാവൻ കയറി ഇരുന്നിട്ടുണ്ടായിരുന്നു. അവിടുത്തെ സ്റ്റാഫും നല്ല സ്റ്റാഫായിരുന്നു കേട്ടോ, നല്ല കസ്റ്റമർ സർവീസാണ്. കുഞ്ഞുങ്ങളൊക്കെ വെട്ടാൻ ഒരു മരുങ്ങുള്ള പുള്ളിയുണ്ടത് ഈ ഒരു ചേട്ടൻ. ആൾ അടിപൊളിയായിട്ട് കുഞ്ഞ് എന്താണെന്ന് ആലോചിച്ചെടുക്കുന്ന സമയത്തേക്ക് പുള്ളി മുടി ചടചടേന്ന് വെട്ടിയപ്പോൾ ആദ്യം തന്നെ അവന് ക്ലോത്തൊക്കെ ഇട്ട് കൊടുത്തു. ഈ ഒരു സ്പ്രേ ചെയ്യണം, വാട്ടർ സ്പ്രേ ചെയ്യണ സാധനം കണ്ട എന്തൊക്കെ സാധനങ്ങളെ. നമ്മളൊക്കെ കൊച്ചിയിൽ വെറുതെ ഒരു കുപ്പിയിൽ വെള്ളം ഇങ്ങനെ ചിരിക്കല്ലായിരുന്നോ. ഇപ്പൊ ലൈറ്റൊക്കെ അവന്റെ ഗൺ മോഡലൊക്കെയാണ്. പിള്ളേരുടെയൊക്കെ ഒരു ഭാഗ്യം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അവന്റെ മുടി വെട്ടിക്കാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അവന് 1 വയസ്സ് ആവാറായപ്പോ തന്നെ എല്ലാവരും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, മുട്ടയടിക്കുന്നില്ലേ, നേർച്ച എന്തെങ്കിലും ഉണ്ടോ എന്ന്. നമുക്ക് കുരുത്തത്തിന് അവന്റെ മുടിക്ക് മാത്രം യാതൊരു നേർച്ച ഉണ്ടായിരുന്നില്ല. അങ്ങനെ എവിടെയും പോയി മുടി വെട്ടാം അങ്ങനെ നേർച്ച ഉണ്ടായിരുന്നില്ല. എനിക്ക് കിച്ചാനും തീരെ താല്പര്യവും ഉണ്ടായിരുന്നില്ല അവൻ്റെ മുടി വെട്ടിക്കളയാനായിട്ട്. കാരണം ഇവനെ നമ്മൾ ഹെയറോടെ കണ്ട് മുട്ടയടിക്കുന്നത് നമുക്ക് ഒട്ടും പ്രാക്ടിക്കലി ചിന്തിക്കാൻ പറ്റാത്ത പോലത്തെ ഒരു അവസ്ഥയിലായിരുന്നു കേട്ടോ. അപ്പം എന്തായാലും അവൻ്റെ തലയിൽ എത്ര ചൂടാണല്ലോ, കുഞ്ഞുങ്ങൾക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തത്രയും ചൂടാണ്. സോ അപ്പം അവൻ്റെ തലയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കുരുവും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി കേട്ടോ, ചൂട് കുരു. അപ്പം ഞങ്ങൾ എന്തായാലും കുറച്ച് മുടി കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ഒരു സെക്കൻഡിൽ മാത്രമാണ് കേട്ടോ അവനൊരു കരഞ്ഞത്. 1-2 സെക്കൻഡ് മാത്രം ഈ ട്രിമ്മർ ആദ്യം വെച്ചപ്പോൾ കൊച്ചിന് ഇക്കിളിയായപ്പോൾ ഒന്ന് കരഞ്ഞു. വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ആൾ മിടുക്കനായിട്ട് ഇരുന്ന് തന്നുകൊണ്ട് അത്യാവശ്യം മെനക്ക് തന്നെ വെട്ടാൻ പറ്റി. പിന്നെ അവരെന്നോട് വീഡിയോ ഒക്കെ എടുത്തു കൊടുക്കാൻ പറഞ്ഞു, വീഡിയോ ഒക്കെ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. അതൊക്കെ കൊടുത്തത് എൻ്റെ കൊച്ചിൻ്റെ മുടിയാണോ താഴെ കിടക്കുന്നത്. അതിൽ ഞാൻ കുറച്ച് പെറുക്കി എടുത്തിട്ടുണ്ട് നമുക്കൊരു ഫ്രെയിം ചെയ്യാനായിട്ട് കേട്ടോ. അങ്ങനെ കിച്ചാമൻ കാർഡൊക്കെ വെച്ച് കൊടുക്കാം. നോർമലി അവന് നമ്മൾ വീഡിയോ ഒന്നും കാണിക്കാറില്ല. അങ്ങനെ ഒരു കണക്കിനല്ല പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് മുടിയൊക്കെ വെട്ടിക്കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഉണ്ടായിരുന്നു. ഷഡേന്ന് കഴിഞ്ഞു കേട്ടോ, പെട്ടെന്ന് കഴിഞ്ഞു. നല്ല അടിപൊളിയായിരുന്നു. ഞാൻ ഇത്രയും ഭംഗിയാവുമെന്ന് വിചാരിച്ചില്ല. കാരണം ഇവൻ എങ്ങനെയായിരിക്കും ഇരിക്കണേന്ന്. പക്ഷെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അധികം കരഞ്ഞൊന്നുമില്ല. ചെറുതായിട്ട് ട്രിമ്മർ വെക്കുമ്പോൾ ഒന്ന് ഇക്ലിയാവുമല്ലോ, അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതർ ദാൻ ദാറ്റ് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത്തിരി നേരം വീഡിയോ കാണിക്കാൻ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ വീഡിയോ ഒന്നും ഇതുവരെ ഒന്നും തന്നെ കാണിച്ചിട്ടില്ല. പിന്നെ അവർ പറഞ്ഞുകൊണ്ട് ഞാൻ കാർത്തൂൻ്റെ വീഡിയോ വെച്ച് കൊടുത്തു. അതും പുള്ളി അങ്ങനെ വലിയ കാര്യം ശ്രദ്ധിച്ചില്ല. അവൻ അങ്ങനെ കാണാറില്ല അതുകൊണ്ടിട്ട്. പക്ഷെ പുള്ളി നല്ലോണം അതിനായിട്ട് നല്ലോണം നല്ല കുട്ടിയായിട്ടിരുന്നു. സോ അച്ഛൻ എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ, പെട്ടെന്ന് കഴിഞ്ഞു. നമ്മൾ പോയത് ഏതാ കടയുടെ പേര് വെച്ചാമ്മ? ബാരിക് എന്ന് പറഞ്ഞൊരു ഷോപ്പിലാണ് കേട്ടോ. ആൻഡ് കസ്റ്റമർ സർവീസ് ഓൾസോ വെരി ഗുഡ്. അറിയാൻ പറ്റും. ആൻഡ് ഭയങ്കര അഫോർഡബിൾ ആണ്. ഞാൻ അവിടുത്തെ അവര് പ്രൈസ് വാങ്ങിയപ്പോഴേക്കും മുടി വെട്ടിയത് 150 രൂപയുള്ളൂ. അപ്പൊ ഞാൻ 150 രൂപയുള്ളോ എന്ന് വെച്ചപ്പോ അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ നൈസ് എന്ന് പറഞ്ഞു. നല്ല അഫോർഡബിളും ആണ്. സോ ഐ ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ദ ഷോപ്പ്. സോ നമുക്കിനി വീട്ടിൽ പോയിട്ട് എല്ലാവരുടെ റിയാക്ഷൻ കാണാം. കമോൺ. വീട്ടിൽ പോയി എല്ലാവരെയും കാണിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കാണണ്ടേ അവൻ മുടി വെട്ടിയത് എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പം എന്തായാലും നിങ്ങളൊക്കെ പോയിട്ട് ഒന്ന് കണ്ടിട്ട് ഒരു ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ള കമന്റ് സെക്ഷനിൽ ഇടാൻ മറക്കരുതേ.
ഇതാണ് തമ്പുവിന്റെ ന്യൂ ലുക്ക്. ഇഷ്ടായോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എല്ലാവരുടെ എക്സ്പ്രഷൻ ആ തുറന്നോ. മുട്ടയടിച്ചത് പക്ഷെ രസമുണ്ട് മുട്ടയടിച്ചത്. ആ തുറന്നോ തുറന്നോ ചാച്ചാ. തുറന്നോ തുറന്നോ. തിരിഞ്ഞേ അമ്മയുടെ പൊന്നിന്റെ തലയിൽ എന്ത് തോന്നിയാസം കാണിച്ചു വെച്ചേക്കണത്. അച്ഛോ ഇത് എന്നെ കാണിച്ചു വെച്ചേക്കണേ. ഇത് എന്ത് കാണിച്ചു വെച്ചേക്കണേ. എന്റെ സുന്ദര അമ്മയുടെ പൊന്ന് എന്ത് സുന്ദരനായിരുന്നു. പക്ഷെ ഇത് വേറൊരു മുഖം. മുഖമേ മാറിപ്പോയി. വണ്ടി കയറണോ? എങ്ങനെയുണ്ട് ബീച്ചു? ഇഷ്ടായില്ലേ? ആ മുടിയുള്ളത് എന്ത് ഭംഗിയായിരുന്നു. മുടി കെട്ടി അവൻ കാണുന്നില്ല നിന്ന, ഞാനാ കാണുന്നില്ല. വിളിക്കണ്ടായിരുന്നു. അങ്ങനെ ഇവിടെയുള്ള എല്ലാവരും കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരെ പോയത് എന്റെ വീട്ടിലേക്കാണ് അമ്മേനെ കാണിക്കാനായിട്ട്. ആക്ച്വലി ഞാൻ അമ്മയുടെ വീഡിയോ എടുത്തപ്പോൾ സ്ലോ മോഷൻ ആയപ്പോൾ ഇതുപോലെയാണ്. പിന്നെ അമ്മയ്ക്ക് അറിയാതെ ഞാൻ മുടി വെട്ടും എന്നുള്ളത്. സോ ഇനിയിപ്പോ അമ്മേനെയും എന്റെ അച്ഛനെയും ചേട്ടനെയും എല്ലാവരും കാണിച്ചിട്ട് വരാം കേട്ടോ. ഇത് നോക്കി ചൂട് വാ. കൃതാവോ അതൊക്കെ ഉള്ളത് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ട്രിം ചെയ്ത് അവിടെയൊക്കെ നല്ലോണം. എങ്ങനെയുണ്ട്? ആൻഡ് ഇതാണ് എന്റെ സിസ്റ്റർ. അങ്ങനെ എന്റെ അനിയത്തിനെ വിളിച്ച് കാണിച്ച് വീഡിയോ കോൾ റെക്കോർഡ് ചെയ്തുകൊണ്ട് അവളുടെ വോയിസും കാര്യങ്ങളും അവൾക്കും അത് ഇഷ്ടമായിട്ടോ അത്യാവശ്യം നന്നായിട്ട്. കമോൺ നമുക്ക് ചേട്ടാച്ചിനെയും ചേട്ടാമ്മേനെയും കാണിച്ചിട്ട് വരാം. അങ്ങനെ ഇതൊക്കെയായിരുന്നു എല്ലാവരുടെ റിയാക്ഷൻസ്. എല്ലാവർക്കും മുടി വെട്ടിയ സ്റ്റൈലും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടു. പക്ഷെ മുടി ഉള്ളതാണ് എല്ലാവർക്കും താല്പര്യം. മുടി ഉള്ളപ്പോൾ അവനെ കാണാൻ ഒരു ഭയങ്കര ക്യൂട്ട് ലുക്ക് ആണല്ലോ. മുടി വെട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു ഇച്ചിരി കൂടി ഒരു വയസ്സുകാരന്റെ ലുക്ക് ഇപ്പോഴാണ് വന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് പറയാം. എന്തായാലും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തോളൂ. അടുത്ത വീഡിയോയിൽ